ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്നത് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ കോൺസെപ്റ്റ് സെറ്റാക്കാൻ വേണ്ടിയാണെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ സാധനങ്ങൾ, ഫുൾ എല്ലാ കാര്യങ്ങളും, കോൺസെപ്റ്റുകളും ഒക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ലൈറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് ഈസ് ഓൾവേസ് ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സൂര്യനെ വരയ്ക്കുന്ന കേസിലും സണ്ണിനെ വരയ്ക്കുന്ന കേസിലും ഒക്കെ നമ്മൾ ആ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾ രാത്രി ഇപ്പോൾ കാറിൽ നിങ്ങളുടെ ഫാമിലിൻ്റെ കൂടെ പുറത്ത് പോവുകയാണെങ്കിൽ ആ കാർ ഇപ്പോൾ ഒരു വളഞ്ഞ വഴിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കാറ് വളയ്ക്കുന്നതിനനുസരിച്ച് ആ ലൈറ്റും ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും? ഇല്ല. കാറ് വളച്ചാലും ആ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നേരെ അപ്പുറത്തെ പറമ്പിനെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളിവിടെ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്താണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ഒബ്ജക്റ്റിൽ തന്നെ ചില ഒബ്ജക്റ്റ് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടും, ചില ഒബ്ജക്റ്റ് ലൈറ്റിനെ ഭാഗികമായി കടത്തിവിടും, ചില ഒബ്ജക്റ്റ് ലൈറ്റിനെ കടത്തിവിടത്തേയില്ല. ഇങ്ങനെ ലൈറ്റിനെ കടത്തിവിടാത്ത വസ്തുക്കളിൽ പിന്നെ എന്ത് സംഭവിക്കും? അവ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. അതായത് ഒരു ലൈറ്റ് ഒരു സർഫസിൽ വന്ന് പതിച്ച് അത് റിട്ടേൺ ബാക്ക് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്തു പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു റിഫ്ലക്ഷൻ മൂലമാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് എൻ്റെ അടുത്ത് ഇവിടെ ഒരു സാനിറ്റൈസറിൻ്റെ കുപ്പിയുണ്ട്. ഈ സാനിറ്റൈസറിൻ്റെ കുപ്പി എനിക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ചുറ്റുമുണ്ടാവുന്ന ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഈ ഒരു സാനിറ്റൈസർ കുപ്പിയിലേക്ക് വരുന്നു, എന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് മിസ്സിൻ്റെ കണ്ണിലേക്ക് എത്തുന്നു. അപ്പോൾ ചുറ്റുമുള്ള വസ്തുക്കളെ കാണുന്നതിന് സഹായിക്കുന്ന ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് റിഫ്ലക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പ്ലെയിൻ മിററിൻ്റെ കേസിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നതാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ലാറ്ററൽ ഇൻവേർഷൻ, നിങ്ങൾ ഈ പ്ലെയിൻ മിററിൽ ജസ്റ്റ് നിങ്ങളുടെ ഫേസ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പ്ലെയിൻ മിററിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇടം വലം തിരിഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വലതുഭാഗം ഇടതുഭാഗമായും ഇടതുഭാഗം വലതുഭാഗമായിട്ടായിരിക്കും നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലെയിൻ മിററിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് ഓഫ് ലാറ്ററൽ സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ മിററിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. അങ്ങനെയാണ് അവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എന്നതാണ്. ഇനി അതുകൂടാതെ നിങ്ങളിവിടെ രണ്ട് തരത്തിലുള്ള ഇമേജ് പഠിക്കണം. ഫസ്റ്റ് വൺ ആണ് റിയൽ ഇമേജ്, സെക്കൻഡ് വൺ ആണ് വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. റിയൽ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജാണ്. പക്ഷെ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ദ ഇമേജ് വിച്ച് ക്യാൻ കോട്ട് ഓൺ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ് ആൻഡ് ദ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ സ്ക്രീൻ ഈസ് വിർച്വൽ ഇമേജ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ്, റിയൽ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും. ഈ ഒരു ബന്ധവും കൂടെ നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് 3 തരത്തിലുള്ള മിററിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് മിറർ നമ്മൾ പറഞ്ഞു, അതാണ് പ്ലെയിൻ മിറർ. കാരണം പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കും. ഇനി അതേസമയം അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതുപോലെ കർവ് ഔട്ട്വേർഡ് ആണ്, പുറത്തോട്ട് ഉന്തിയ പോലെയാണ് കാണുന്നതെങ്കിൽ അത് കോൺവെക്സ് മിററും. ഇനി കർവ്ഡ് ഇൻവേർഡ്, അകത്തോട്ട് ഉന്തിയതുപോലെ, ഇത് നോക്കിക്കേ, അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തോട്ട് ഉന്തിയതുപോലെയാണ് കാണുന്നതെങ്കിൽ അത് കോൺകേവ് മിററായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 3 തരത്തിലുള്ള മിററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്ലെയിൻ മിററിലുള്ള പ്രത്യേകതകളിൽ ഒന്നാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അത് മക്കൾ ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് റീകോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കി 2 മിററിൻ്റെ കേസ് പറയാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോൺകേവ് മിററാണ്. ഈ കോൺകേവ് മിററിൽ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിയൽ ആവാം അല്ലെങ്കിൽ വിർച്വൽ ആവാം. രണ്ടും ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈസും ചിലപ്പം ചെറുതാവാനും ചിലപ്പം വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ക്യാൻ ബി സ്മോളർ ഓർ ലാർജർ ഇൻ സൈസ് ആൻഡ് ദ ഇമേജ് മേ ഓൾസോ ബി
റിയൽ ഓർ വിർച്വൽ, രണ്ടും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേസമയം നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുവാണെങ്കിൽ കോൺവെക്സ് മിററിൻ്റെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, വിർച്വൽ അല്ലെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിർച്വൽ ആണെങ്കിൽ അത് എപ്പോഴും ഇറക്റ്റ് ആണ്. നേരത്തെ കേസിൽ കോൺകേവ് മിറർ ആയിരുന്നെങ്കിൽ അത് വിർച്വലും ആവും റിയലും ആവും, പക്ഷെ കോൺവെക്സ് ആണെങ്കിൽ അത് വിർച്വൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറയുന്നത് ലെൻസിനെ പറ്റിയാണ്. നമ്മൾ മിററിൻ്റെ കേസിൽ കോൺകേവ് മിററും കോൺവെക്സ് മിററും പറഞ്ഞതുപോലെ തന്നെ ലെൻസിലും കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉണ്ട്. അപ്പോൾ ലെൻസ് എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നിഫൈഡ് ഗ്ലാസ് എന്ന് പറയുന്നതാണ് നമ്മൾ ലെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ലെൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ കോൺവെക്സ് ലെൻസ്, സെക്കൻഡ് വൺ കോൺകേവ് ലെൻസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകതകളും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ഹിൻറ്റ് മിസ് പറഞ്ഞു തരാം. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ കോൺകേവ് മിററുമായിട്ട് കണക്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ കോൺകേവ് ലെൻസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കോൺവെക്സ് മിററുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. സപ്പോസ് നമ്മൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോൺകേവ് മിറർ എന്ന് പറയുന്നത് റിയൽ ആവാം, അല്ലെങ്കിൽ വിർച്വൽ ആവാം, അല്ലെങ്കിൽ സൈസ് ചെറുതാവാം, അല്ലെങ്കിൽ സൈസ് ലാർജ് ആവാം. അതേ ഫീച്ചർ തന്നെയാണ് കോൺവെക്സ് ലെൻസിനും ഉള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ക്യാൻ ബി ബോത്ത് റിയൽ ആൻഡ് വിർച്വൽ ഇമേജ്. കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ഫോം മാഗ്നിഫൈഡ് ഇമേജ്. ഓക്കെ, ഇനി അതേസമയം കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഓൾവേസ് ഫോം എ വിർച്വൽ ഇമേജ് ആൻഡ് ഇമേജ് ഓൾവേസ് ഡിമിനിഷ്ഡ് ഇൻ സൈസ്. ഈ ഒരു പ്രത്യേകത എന്തിന് ഇക്വലൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്? കോൺവെക്സ് മിററിന് ഇക്വലൻ്റ് ആണ്. കാരണം കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു അതെന്തായിരുന്നു, വിർച്വൽ ആയിരുന്നു, അതുപോലെ തന്നെ എന്തായിരുന്നു, അതെപ്പോഴും ഡിമിനിഷ്ഡ് ആയിരുന്നു. ഈ രണ്ട് പ്രത്യേകതകളാണ് നമുക്ക് കോൺകേവ് ലെൻസിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർമ്മയുണ്ടാകും. ഏതെങ്കിലും മിററിൻ്റെ കേസ് പഠിക്കുവാണെങ്കിൽ ലെൻസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ലെൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? പിന്നെ ലെൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നതിന് കൺവേർജിങ് പ്രോപ്പർട്ടി ആണുള്ളത്. അതായത് ഈ കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് റേ കടന്നു പോയാൽ അത് കൺവേർജ് ചെയ്യാനുള്ള കഴിവാണ് ആർക്കുള്ളത്? കോൺവെക്സ് ലെൻസിലുള്ളത്. ഇനി നേരെ മറിച്ച് കോൺകേവ് ലെൻസ് ആണെങ്കിലോ അതിന് ഡൈവേർജിങ് പ്രോപ്പർട്ടിയാണ്. അതായത് അകന്നകന്ന് പോകാനുള്ള, ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നതിന് പകരം ദൂരോട്ട് രണ്ടും അകത്തി വിടാനുള്ള കഴിവാണുള്ളത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ കണ്ടോ, രണ്ടും അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഗ്യാപ്പൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ഓർത്തിരിക്കുക. എന്തായിരുന്നു? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നു, കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൺലൈറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി വൈറ്റ് കളറാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ 7 കളേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ഈ 7 കളേഴ്സ് എന്ന്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതുപോലൊരു പ്രിസം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രിസത്തിലൂടെ നമ്മൾ ഈ ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തിവിടുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ വിബ്ജിയോറിൻ്റെ കളറൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ നോർമലി വിബ്ജിയോർ കാണുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് എന്താണ് 7 കളർ കാണാനായിട്ട് പറ്റും. ഈ സ്പ്ലിറ്റിംഗ് ഓഫ് ദി വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് കളറിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ റിഫ്ലക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്തല്ലേ, അതേപോലെ ലൈറ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്പേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സ്പ്ലിറ്റിംഗ് അപ്പിനെയാണ് നമ്മൾ പറയുന്നത്. വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് കളറാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു വൈറ്റ് ലൈറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളറാക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ഡിഫറെൻറ്റ് കളറിനെ നമുക്കൊന്ന് മേർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് ആക്കാനും പറ്റും. അതായത് വെൻ ദ കമ്പോണൻറ്റ് കളർ ഓഫ് ദി ലൈറ്റ് ആർ കമ്പൈൻഡ് വൈറ്റ് ലൈറ്റ് ഈസ് ഒബ്റ്റൈൻഡ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ഒരു സാധനം നമ്മൾ വളരെ സ്പീഡിൽ കറക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു വൈറ്റ് കളറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകളും. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, നമ്മൾ ഈ കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഒക്കെയുള്ള ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിൻ്റെ കൂടെ പ്ലെയിൻ മിററിൽ നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവിടെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പ്ലെയിൻ മിററിൽ കിട്ടുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്ലെയിൻ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ആ പ്ലെയിൻ മിററിൽ നിന്ന് നമ്മുടെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിർച്വൽ ആയിരിക്കും, അതുപോലെ ഇറക്റ്റ് ആയിരിക്കും.
അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ വളരെ കുറച്ച് സ്ലോ ആയിട്ട് ഒന്നുകൂടി കണ്ടു നോക്കുക. നിങ്ങൾ പഠിച്ചതിന് ശേഷം കാണുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കിത് സെറ്റാക്കി റെഡി ആവും കേട്ടോ. അപ്പോൾ എനിവേ ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇങ്ങനെ സ്പീഡിലും വൺ ഷോട്ട് പോലെ നിങ്ങൾക്ക് റിവിഷൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ബാക്കി ചാപ്റ്റേഴ്സും കൂടി സെറ്റാക്കാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.